മലപ്പുറം വണ്ടൂരിൽ ശശി തരൂർ എംപിയുടെ ഗൺമാനെ കയ്യേറ്റത്തിന് ശ്രമിച്ച കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. അക്രമികളുടെ കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഗതാഗതക്കുരുക്കിൽ വെച്ച് എംപിയുടെ കാർ ഡ്രൈവർ ഹോൺ അടിച്ചതാണ് പ്രകോപനത്തിന് കാരണം. മുബഷീർ പി അക്ബറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് മുബഷീർ. ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ശശി തരൂർ എംപിയുടെ ഗൺമാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വണ്ടൂർ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രതി ഉമ്മറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു 2 പ്രതികളെ കൂടി പിടികൂടിയിട്ടുണ്ട്. മൊത്തം 3 പേരെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. 5 പേർക്കെതിരെയാണ് നേരത്തെ പരാതി കൊടുത്തിരുന്നത്. അതായത് ഇന്നലെ രാത്രി മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ശശി തരൂർ വിവിധ മണ്ഡലങ്ങളിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ചെള്ളിത്തോട് വെച്ച് രാത്രിയോടുകൂടിയാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. AP അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വണ്ടൂരിൽ എത്തിയതായിരുന്നു ശശി തരൂർ. അദ്ദേഹത്തിനെതിരെ ബൈക്കിലെത്തിയ സംഘം വാഹനം തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും പിന്നീട് ഗൺമാനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഗൺമാനാണ് പരാതി നൽകിയിരുന്നത്. ശശി തരൂരിന്റെ കാറിനെ പിന്തുടർന്നെത്തിയാണ് സംഘം ആക്രമിച്ചിരുന്നത്. ശശി തരൂരിനെ അസഭ്യം വിളിച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഗൺമാൻ ഇടപെടുകയായിരുന്നു. ഇതോടെയാണ് ഗൺമാനും മർദ്ദനമേൽക്കുന്നത്. മറ്റൊരു പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടി അതിവേഗത്തിൽ ഇവർ വാഹനത്തിൽ പോകുന്നു. ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ട മേഖലയിൽ വാഹനം ഹോൺ അടിച്ചതാണ് ഈ ഒരു സംഘത്തെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശശി തരൂരിന്റെ വാഹനത്തിന്റെ മുൻപിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ഇവരുടെ വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഈ ഗൺമാനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എന്തായാലും പോലീസിന്റെ നടപടി വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ്. വ്യക്തമാണ്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകുന്നത്.